ഒരു സൈഡ് മാത്രം കടത്തി നിലവിൽ തൽക്കാലം ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിനെ പോയാലും അബദ്ധമാണ്. സ്ലാബാണ് പൊട്ടിക്കുന്നത്. സ്ലാബല്ല, ഒക്കെ സ്ലാബാണ് പൊട്ടിക്കുന്നത്. തിരാപ്പുറ പാലം പൊട്ടിയിട്ടേ വണ്ടികളൊക്കെ പോക്കാം കേട്ടോ. ആൾക്കാരൊക്കെ ആകെ പരിഭ്രാന്തിയിലാണ്. പാലം പുതിയത് കേട്ടാനാ കൊപ്പത്തടെ തിരിച്ചുവിട്ടുണ്ട്. ഇതില്ല കൈവരെയൊക്കെ ആകെ പോയിക്കണം കേട്ടോ. അത് ഈ വരടപ്പുറം നമ്മൾ തിരുവാതിര പാലേ കൊടുമുടിയിൽ നിന്ന് തിരുവാതിരക്ക് വരുന്ന മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ഒന്നാക്കുന്ന പാലാണ്. അത് പൊട്ടിക്കുന്ന സ്ലാബ് പൊട്ടിക്കുന്നതാണ് ഇപ്പോൾ വന്നതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിൽ വിഷയം നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജനങ്ങളൊക്കെ പരിഭ്രാന്തി തന്നെയാണ്. ഇനി എങ്ങനെ പോകാമെന്നുള്ളൊരു ഇതിലാണ് അല്ല പതിലോ. അപ്പോൾ ഇത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെപ്പറ്റി കുറച്ച് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വിദഗ്ധർ വന്നാലാണ് ഇതിനെപ്പറ്റി എങ്ങനെ വണ്ടികൾ കടത്തിടാൻ പറ്റുമോ എന്നില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്ത അപ്ഡേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കണ്ടേ. ഓക്കെ, ആരും ഭയക്കണ്ടെന്ന് പറഞ്ഞോ. പാലേ ഒരു സൈഡ് പൂർണ്ണമായിട്ട് പോയിക്കണേ. പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് ഓഫീസർമാരൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ തിരാപ്പുറ പാലം വണ്ടികളിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ കടത്തി വിടണുള്ളൂ കേട്ടോ. ചിലപ്പോൾ പൂർണ്ണമായിട്ട് അടക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഫുള്ള് പൂർണ്ണമായിട്ട് അടക്കുമോ? ഇപ്പോൾ എത്തും അവർക്കല്ലത് പറയാം. അപ്പം ജനങ്ങൾ ആശങ്കയിലുണ്ടോ? നിലവിൽ ഫുള്ള് പൊട്ടി ആശങ്ക സ്വാഭാവികമല്ലേ. കാരണം ഫുള്ള് പൊട്ടി നമ്മൾ ചാനലൊന്ന് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശരി വരുന്നവർ പറയാം. നിലവിൽ നമ്മൾ ആശങ്കയിലാണ്. ഇനി ഉദ്യോഗസ്ഥർ വന്നാലാണ് അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡ് മാത്രം കടത്തി വിടണം. നിലവിൽ തൽക്കാലം ഇത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ ഇതിനെ പോയാലും അബദ്ധമാണ്. സ്ലാബാണ് പൊട്ടിക്കുന്നത്. സ്ലാബല്ല, ഒക്കെ സ്ലാബാണ് പൊട്ടിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെറുതൊന്നും ഇപ്പോൾ ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നെ വരുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വന്നിട്ട് ഫുൾ ക്ലാരിഫിക്കേഷൻ അടുത്ത വീഡിയോയിൽ വിടണം. ഇന്ന് വളഞ്ഞ് തിരിഞ്ഞ് പോകേണ്ടി വരും. കോർക്കനാട് വഴിയൊക്കെ പോകേണ്ടി വരും. വണ്ടികളൊക്കെ പൂർണ്ണമായിട്ട് സ്തംഭിക്കാൻ പോകട്ടെ ചിലപ്പോൾ. പൂർണ്ണ വിദഗ്ധർ വന്നാൽ ഫുള്ള് വിവരം അറിയാം. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് അപ്ഡേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു വിദഗ്ധർ വന്നാൽ കേട്ടോ.